ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്ത് പേരിൽ? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്ത് പേരിൽ? ഓപ്ഷൻ എ ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധു, ഓപ്ഷൻ സി ഓപ്പറേഷൻ വിജയ്, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ശക്തി. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്നത്. ഉത്തരം ബി ഓപ്പറേഷൻ സിന്ധു. ഉത്തരം ബി ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ധു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, ഓപ്ഷൻ ബി ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, ഓപ്ഷൻ സി നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്, ഓപ്ഷൻ ഡി ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ്. സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ എ ആമുഖം, ഓപ്ഷൻ ബി മൗലിക കടമകൾ, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ എ ആമുഖം. സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഉത്തരം ഓപ്ഷൻ എ ആമുഖം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? ഓപ്ഷൻ എ നരേന്ദ്രമോദി, ഓപ്ഷൻ ബി പിണറായി വിജയൻ, ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാം. ഉത്തരം ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാം. ചേരുംപടി ചേർക്കുക. 1 യൂണിയൻ ലിസ്റ്റ് എ വനം, 2 സംസ്ഥാന ലിസ്റ്റ്, ബി സൈബർ, 3 കൺകറന്റ് ലിസ്റ്റ്, സി സെൻസസ്, 4 അവശിഷ്ടാധികാരം, ഡി ജയിലുകൾ. ഓപ്ഷൻ എ 1C 2D 3A 4B, ഓപ്ഷൻ ബി 1D 2C 3B 4A, ഓപ്ഷൻ സി 1A 2C 3B 4A, ഓപ്ഷൻ ഡി 1B 2A 3B 4C. ഉത്തരം ഓപ്ഷൻ എ 1C 2D 3A 4B. 1C യൂണിയൻ ലിസ്റ്റ് സെൻസസ്, 2 സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ, 3 കൺകറന്റ് ലിസ്റ്റ് വനം, 4 അവശിഷ്ടാധികാരം സൈബർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? 1 74ാം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 2 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. 3 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. കേരളത്തിലെ പൊതുജനങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ 5000 രൂപ, ഓപ്ഷൻ ബി 2000 രൂപ, ഓപ്ഷൻ സി 2500, ഓപ്ഷൻ ഡി ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500. കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500.
ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏത്? ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏത്? ഓപ്ഷൻ എ മഴവിൽ പദ്ധതി, ഓപ്ഷൻ ബി ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി, ഓപ്ഷൻ സി അന്ത്യോദയ അന്നയോജന പദ്ധതി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി അന്ത്യോദയ അന്നയോജന പദ്ധതി. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏത്? അന്ത്യോദയ അന്നയോജന പദ്ധതി. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്ത്? ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്ത്? ഓപ്ഷൻ എ അതിപൂരിത ലായനി, ഓപ്ഷൻ ബി അപൂരിത ലായനി, ഓപ്ഷൻ സി പൂരിത ലായനി, ഓപ്ഷൻ ഡി ജലീല ലായനി. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ സി പൂരിത ലായനി. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ സി പൂരിത ലായനി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. 2. രാജ്യസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ്. 3. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. 4. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. ഓപ്ഷൻ എ 1, 2, 3. ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി 2ഉം 4ഉം. 1. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. 2. രാജ്യസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. ഉത്തരം ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. MGNREGA പൂർണ്ണരൂപം. MGNREGA പൂർണ്ണരൂപം. ഓപ്ഷൻ എ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി നാഷണൽ റിസർച്ച് ആൻഡ് എംപ്ലോയ്മെന്റ് ജനറൽ ആക്ട്, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി നാച്ചുറൽ റീഹാബിലിറ്റേഷൻ ആൻഡ് എനർജി ഗ്യാരണ്ടി ആക്ട്, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേറ്റിംഗ് ആക്ട്. ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. MGNREGA മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. 2018 ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. 3. ഇപ്പോൾ ജമ്മു കാശ്മീർ വീണ്ടും കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. 4. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ഓപ്ഷൻ എ 2ഉം 4ഉം, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 1ഉം 2ഉം. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. 2018 ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ഉത്തരം ഓപ്ഷൻ സി 2. 2018 ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കേരളം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കേരളം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം. സുരക്ഷാ നയം ഏതിന്റെ മുദ്രാവാക്യം ആണ്? സുരക്ഷാ നയം ഏതിന്റെ മുദ്രാവാക്യം ആണ്? ഓപ്ഷൻ എ KSEB, ഓപ്ഷൻ ബി KSDMA, ഓപ്ഷൻ സി KSMHA, ഓപ്ഷൻ ഡി KITTS. സുരക്ഷാ നയം ഏതിന്റെ മുദ്രാവാക്യം ആണ്? ഉത്തരം ഓപ്ഷൻ ബി KSDMA. സുരക്ഷാ നയം ഏതിന്റെ മുദ്രാവാക്യം ആണ്? ഉത്തരം ഓപ്ഷൻ ബി KSDMA. CRISPR KS9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ ഏതെല്ലാം? CRISPR KS9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ ഏതെല്ലാം?
ഓപ്ഷൻ എ ജീൻ തെറാപ്പി, ഓപ്ഷൻ ബി കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, ഓപ്ഷൻ സി ഗോരക്ഷ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. CRA SPR KAS സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, ഗോരക്ഷ, ചികിത്സ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിന്റെയും അസുഖത്തിന്റെയും ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ BCG ഹെപ്പറ്റൈറ്റിസ് ബി, ഓപ്ഷൻ ബി OPV പോളിയോ, ഓപ്ഷൻ സി MR റോട്ട വൈറസ്, ഓപ്ഷൻ ഡി PCV ക്ഷയം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിന്റെയും അസുഖത്തിന്റെയും ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി OPV പോളിയോ. ഉത്തരം ഓപ്ഷൻ ബി OPV പോളിയോ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി മീഥൈൻ, ഓപ്ഷൻ ഡി എൻഡൈഡൈസ് ഓക്സൈഡ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഉത്തരം ഓപ്ഷൻ എ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ പ്രധാന രാസവസ്തു ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ റിക്കറ്റ്സ്, ഓപ്ഷൻ ബി സ്കർവി, ഓപ്ഷൻ സി പെല്ലഗ്ര, ഓപ്ഷൻ ഡി പനി. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഉത്തരം ഓപ്ഷൻ എ റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ റിക്കറ്റ്സ്. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ഏതാണ്? ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ഏതാണ്? എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുക, ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിൽ എത്തിക്കുക, കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ആകുന്നത്? ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ആകുന്നത്? ഓപ്ഷൻ എ പരിസ്ഥിതി മലിനീകരണം, ഓപ്ഷൻ ബി പ്രകൃതി ദുരന്തങ്ങൾ, ഓപ്ഷൻ സി അനിയന്ത്രിതമായ ഭക്ഷണശീലം, ഓപ്ഷൻ ഡി വൈറസ് ആക്രമണം. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ആകുന്നത്? ഉത്തരം ഓപ്ഷൻ സി അനിയന്ത്രിതമായ ഭക്ഷണശീലം. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി അനിയന്ത്രിതമായ ഭക്ഷണശീലം. അമ്ലമയുടെ pH മൂല്യം ഏകദേശം. അമ്ലമയുടെ pH മൂല്യം ഏകദേശം. ഓപ്ഷൻ എ 5.6 താഴെ, ഓപ്ഷൻ ബി 5.6 കൂടുതൽ, ഓപ്ഷൻ സി 7.0 തുല്യം, ഓപ്ഷൻ ഡി 7.0 കൂടുതൽ. അമ്ലമയുടെ pH മൂല്യം ഏകദേശം. ഉത്തരം ഓപ്ഷൻ എ 5.6 താഴെ. അമ്ലമയുടെ pH മൂല്യം ഏകദേശം. ഉത്തരം ഓപ്ഷൻ എ 5.6 താഴെ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? ഓപ്ഷൻ എ ഒന്നാം ചലന നിയമം, ഓപ്ഷൻ ബി രണ്ടാം ചലന നിയമം, ഓപ്ഷൻ സി മൂന്നാം ചലന നിയമം, ഓപ്ഷൻ ഡി നാലാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? ഉത്തരം ഓപ്ഷൻ സി മൂന്നാം ചലന നിയമം. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഓപ്ഷൻ എ ഗാമ കിരണം, ഓപ്ഷൻ ബി എക്സ് കിരണം, ഓപ്ഷൻ സി UV കിരണം, ഓപ്ഷൻ ഡി റേഡിയോ കിരണം. ഉത്തരം ഓപ്ഷൻ എ ഗാമ കിരണം. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഗാമ കിരണം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം. ഓപ്ഷൻ എ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ, ഓപ്ഷൻ ബി 0 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ, ഓപ്ഷൻ സി 11.2 കിലോമീറ്റർ/സെക്കൻഡ്, ഓപ്ഷൻ ഡി 7.92 കിലോമീറ്റർ/സെക്കൻഡ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ ഉത്തരം ഓപ്ഷൻ ബി 0 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛേദനം ചെയ്ത രാജ്യം. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛേദനം ചെയ്ത രാജ്യം. ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ചൈന. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛേദനം ചെയ്ത രാജ്യം. ഉത്തരം ഓപ്ഷൻ ഡി ചൈന. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛേദനം ചെയ്ത രാജ്യം. ഉത്തരം ഓപ്ഷൻ ഡി ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി ബിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിൽ ആയിരുന്നു? ഓപ്ഷൻ എ സ്റ്റാർ ലൈനർ, ഓപ്ഷൻ ബി അറ്റ്ലസ്, ഓപ്ഷൻ സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ, ഓപ്ഷൻ ഡി ഫാൽക്കൺ. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും
ബാരി മെൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. ഉത്തരം ഓപ്ഷൻ സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.